അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ ഒരു വേദനയുണ്ട്. ഫലസ്തീനിലെ ഗാസയിലെ സഹോദരങ്ങളുടെ വേദന. ഇന്ന് 2025 ഒക്ടോബർ 3 എൻഗാസയുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സ് നിറയെ കരുണയും ആക്രോശവും തോന്നുന്നു. ഒരു വർഷത്തിലധികമായി തുടരുന്ന ഈ യുദ്ധം ഗാസയെ ഒരു മരുഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു. ഇസ്രയേലിന്റെ നിരന്തരമായ ആക്രമണങ്ങൾ ഗാസ സിറ്റിയെ ചുറ്റി സീജ്, അതായത് പൂർണ്ണമായ തടഞ്ഞുവയ്ക്കൽ ശക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഇസ്രയേലി ആക്രമണങ്ങളിൽ 57ലധികം പലസ്തീനികൾ ജീവനോടെ പോയിരിക്കുന്നു. ആശുപത്രികൾ അമിതമായി ഭാരമുള്ളതാണ്. ലോകാരോഗ്യ സംഘടന WHO പറയുന്നത് പോലെ ഗാസയിൽ 42,000-ലധികം ആളുകൾ, അതിൽ 10,000-ലധികം കുട്ടികൾ ജീവിതം മാറ്റിമറിക്കുന്ന പരിക്കുകളോടെ ജീവിക്കുന്നു. ജലക്ഷാമം, ഭക്ഷണക്ഷാമം, മരുന്നുകളുടെ അഭാവം. ഗാസയുടെ ജലസംവിധാനങ്ങളുടെ 2/3 നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ എല്ലാവരും പട്ടിണിരോഗത്തിന്റെ പിടിയിൽ. ഹമാസിന്റെ നേതൃത്വത്തിൽ ട്രംപിന്റെ സമാധാന നിർദ്ദേശം പരിഗണിക്കുന്നുണ്ടെങ്കിലും അതുടൻ സമാധാനം കൊണ്ടുവരുമോ എന്ന് അനിശ്ചിതമാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിംകൾക്ക് ഈ ദുരന്തം ഒരു പരീക്ഷണമാണ്. ഖുർആനിൽ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ നിങ്ങൾ പരീക്ഷണത്തിലൂടെ കടന്നുപോകുമ്പോൾ. ഈ ഇരുട്ടിന്റെ നടുവിൽ ഒരു വെളിച്ചമുണ്ട്. ഞങ്ങളുടെ സഹോദരി ശ്രീരശ്മിയുടെ പ്രവർത്തനം. കേരളത്തിലെ വയനാട്ടുകാരിയായ ഈ യുവതിക്കൂട്ട് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപകയും കലാകാരിയുമാണ്. അവർക്ക് മലയാളി സഹോദരിയാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഉമ്മത്തിന്റെ ഐക്യം തോന്നുന്നു. ഗാസ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുന്ന 250 കുടുംബങ്ങൾക്ക് അവളുടെ നേതൃത്വത്തിൽ 3000 ലിറ്റർ കുടിവെള്ളം വിതരണം ചെയ്തു. സ്വകാര്യ വാട്ടർ ടാങ്കറുകൾ ഉപയോഗിച്ചാണ് ഈ സഹായം എത്തിച്ചത്. കാരണം യുദ്ധത്താൽ ജലസ്രോതസ്സുകൾ നശിപ്പിക്കപ്പെട്ടു. ഇൻസ്റ്റാഗ്രാമിലൂടെ ഫണ്ട് റൈസിംഗ് നടത്തി പണം ശേഖരിച്ച് സുതാര്യമായി അപ്ഡേറ്റുകൾ നൽകി. ഇതൊരു മാതൃകയാണ്. ഗാസയിലെ സഹോദരങ്ങൾ അവരുടെ നന്ദി പ്രകടിപ്പിച്ചു. പോസ്റ്ററുകളിൽ താങ്ക് യു രശ്മി ഫ്രം കേരള എന്ന് എഴുതി. വീഡിയോകളിൽ ഫലസ്തീനിൽ നിന്നുള്ള സ്നേഹത്തിന് 1000 നന്ദി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ വീഡിയോകൾ ലോകമെമ്പാടും മുസ്ലിം ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. ഇസ്ലാമിൽ ഈ പ്രവർത്തനം സദഖയുടെ മഹത്വം ഓർമ്മിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജലം സദഖയാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും പാപത്തെ നീക്കം ചെയ്യുന്നു. ഗാസയിലെ സഹോദരങ്ങൾക്ക് വെള്ളമെത്തിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. ഏറ്റവും ദരിദ്രരെയും അടിച്ചമർത്തപ്പെട്ടവരെയും സഹായിക്കുക. ഖുർആനിൽ പറയുന്നു, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയും വിശ്വാസികളെ സ്നേഹിക്കുകയും ചെയ്യുക. ശ്രീരശ്മി സഹോദരി ഒരു മലയാളി യുവതിയായി ഈ സ്നേഹം പ്രകടമാക്കി. അവൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് പാഠമുണ്ട്. ദൂരെയുള്ള സഹോദരനെ മറക്കരുത്. സദഖ ജാരിയവാക് പ്രാർത്ഥന, ഇതെല്ലാം ഗാസയിലെത്തും. സഹോദരന്മാരെ, ഈ ചെറിയ വീഡിയോ ഒരു ഓർമ്മിപ്പിക്കലാണ്. ഗാസയുടെ വേദനയെ അവഗണിക്കരുത്. ട്രംപിന്റെ നിർദ്ദേശം സമാധാനം കൊണ്ടുവരട്ടെ, പക്ഷേ അതുവരെ നമ്മുടെ പ്രാർത്ഥനകൾ, സഹായങ്ങൾ തുടരട്ടെ. ഒരു ദിവസം വെള്ളം വാങ്ങി ഗാസയ്ക്കായി സദഖ ചെയ്യൂ. അള്ളാഹു പറയുന്നു, അടിച്ചമർത്തപ്പെട്ടവർ അള്ളാഹുവിനോട് പറയുന്നു, കർമ്മഫലത്തിനായി നമ്മുടെ രക്ഷകനെ വിളിക്കൂ. ഞങ്ങൾ അതിന്റെ ഉത്തരവാദികളാണ്. അള്ളാഹു ഗാസയിലെ സഹോദരങ്ങളെ സംരക്ഷിക്കട്ടെ. ശ്രീരശ്മി സഹോദരിയെ പോലനുമെല്ലാം സഹായത്തിന്റെ കൈകളാക്കട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.